എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഹോം കൺട്രി ഏതാണോ അവിടെ നിന്ന് മാത്രമേ നമ്മൾ വിസയ്ക്ക്, സ്റ്റുഡൻറ്റ് വിസ ആയാലും വിസിറ്റർ വിസ ആയാലും B1 B2 വിസ അങ്ങനെയുള്ള വിസകളെല്ലാം നമ്മൾ ഹോം കൺട്രിയിൽ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ US ഗവൺമെൻറ്റിന് പുറത്ത് വന്നിരിക്കുന്നത്. കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ അവരെന്താ അങ്ങനെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഹോം കൺട്രിയിൽ പല ടൂറിസ്റ്റുകളും തായ്ലാൻഡ്, മലേഷ്യ, വിയറ്റ്നാം, ജർമ്മനിയൊക്കെ പോയിട്ട് B1 B2 വിസയ്ക്ക് പെട്ടെന്ന് സ്ലോട്ട് കിട്ടുന്ന കാരണം അപ്പോയിൻമെൻറ്റ് എടുക്കുന്നുണ്ട്. ഇനി മുതൽ അങ്ങനെ സ്ലോട്ട് എടുക്കുന്ന ആളുകൾക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കാരണവശാലും പാസ്സാവില്ലെന്ന് തന്നെ നമുക്ക് അടിവരയിട്ട് പറയാം. നിങ്ങളുടെ ഏത് കൺട്രിയിലാണോ നിങ്ങൾ വിസ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് ആ കൺട്രിയിൽ നിങ്ങൾക്ക് റെസിഡൻസ് സ്റ്റാറ്റസ് ഇല്ലാത്ത പക്ഷം, ഉദാഹരണത്തിന് ഒരു വർക്ക് വിസയോ അല്ലെങ്കിൽ ഒരു റെസിഡൻറ്റ് കാർഡോ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള യാതൊരുവിധ പെർമിഷനും ഇല്ല. സോ നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് B1 B2 വിസയുടെ അപ്പോയിൻമെൻറ്റോ സ്റ്റുഡൻറ്റ് വിസയുടെ അപ്പോയിൻമെൻറ്റോ എടുത്തിട്ട് ഒരു 3-4 ദിവസം അവിടെ താമസിച്ച് തിരിച്ചു പോരാമെന്ന് കരുതിയാൽ തെറ്റി ഇനി മുതൽ നടപ്പില്ല. സോ ഇത് വളരെ ശ്രദ്ധിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ഉടനെ വിടും. ബൈ.